welcome to Easy Tips Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ വളരെ ടേസ്റ്റിയും സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 15 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൊടികളെല്ലാം ആഡ് ചെയ്യാം. 2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. കുറച്ച് അധികം ഇട്ടെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. നമ്മൾ അച്ചാറിലേക്ക് ഉപ്പ് എപ്പോഴും കുറച്ച് കൂടി നിൽക്കണം. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആ പൊടികളെല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. അതിന് ഏകദേശം അരമണിക്കൂർ നമുക്ക് ഇതിങ്ങനെ തന്നെ വെച്ച ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഇന്ന് എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കണം. ഉലുവ ആഡ് ചെയ്യണം. ഉലുവ ഏകദേശം 1/2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കറി ലീവ്സും കൂടെ, കായത്തിൻ്റെ പൊടിയാണ്. കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ലെമൺ മിക്സ് ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നെടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് വിനെഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ അത് റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ്.